തിരികെ വാർത്തകളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആശമാരുടെ സമരം അനാവശ്യമെന്നും സമരം ചിലരുടെ തലയിൽ ഉദിച്ച രാഷ്ട്രീയ ബുദ്ധിയെന്നും EP ജയരാജൻ. ആശമാരുടെ സമരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും EP പറയുന്നു. സമരത്തോടുള്ള CPMന്റെയും ഘടകകക്ഷികളുടെയും നിലപാട് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷനും വ്യക്തമാക്കി. സമരം വിജയിക്കുന്നത് വരെ ആശാപ്രവർത്തകരുടെ സമരം 34-ാം ദിവസവും സെക്രട്ടേറിയറ്റ് നടക്കൽ തുടരുകയാണ്. സമരത്തെ തള്ളിപ്പറഞ്ഞും അവഹേളിച്ചും ഇടതു നേതാക്കൾ നയം വീണ്ടും വ്യക്തമാക്കുകയാണ്. സമരം അനാവശ്യമെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ വാദം. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിനനുസരിച്ചിട്ടാണ് അവരെ നമ്മുടെ ആരോഗ്യ വകുപ്പ് നിയമിക്കുന്നത്. ആദ്യം ഇതിന് കാശൊന്നും കൊടുത്തിരുന്നില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാം വീതം കൂടി ഒരു 13,500 രൂപയിലെത്തി. അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തി അനാവശ്യമായ സമരമുണ്ടാക്കി ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. സമരത്തോടുള്ള CPMന്റെയും ഘടകകക്ഷികളുടെയും നിലപാട് അംഗീകരിക്കാനാകുന്നതല്ല. ഇടതുപക്ഷത്തോട് തങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഗവൺമെന്റിനോടാണ് ചോദ്യമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് S മിനി. തൊഴിൽ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം തന്നെയാണ്. ഇത്രയും തുച്ഛമായ തുകയ്ക്ക് സ്ത്രീകൾ പണിയെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്ന് രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ EP ജയരാജൻ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് മനസ്സിലാവുന്നില്ല. സമരം പൊളിക്കാൻ ഇതിനോടകം CPM നിരവധി ശ്രമങ്ങൾ നടത്തി. പൊതുജനത്തിന് ആശാപ്രവർത്തകരുടെ സമരം എന്തിനു വേണ്ടിയാണെന്ന് ബോധ്യമായിട്ടുണ്ടെന്നും ആശാപ്രവർത്തകർ. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ 700 രൂപയെ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. 232 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് ഏതൊരാൾക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്യായമായ ഒരു കാര്യവും ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സമരം വർദ്ധിത വീര്യത്തോടെ തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.